എല്ലാവർക്കും നമസ്കാരം. ശ്വാസകോശ അർബുദം നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ ഡോക്ടർ? ഇത് ഞാൻ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം. അപ്പോൾ അതിൻ്റെ ഒരു ലഘുവായ ഉത്തരം നമ്മൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ശരീരത്തിൽ അസുഖമുണ്ട്, പക്ഷെ നേരത്തെ കണ്ടുപിടിക്കണം, നമുക്ക് പുറത്തേക്ക് ലക്ഷണങ്ങളൊന്നുമില്ല. അതിൻ്റെ പേരാണ് സ്ക്രീനിങ്. അപ്പോൾ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ക്യാൻസർ റിസർച്ചിൻ്റെ സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട് ലങ് ക്യാൻസറിന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 50 വയസ്സിൽ കൂടുതലുള്ള ഒരാൾ, പ്രത്യേകിച്ച് 20 കൊല്ലത്തിൽ കൂടുതൽ പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ 2 കൊല്ലത്തിലൊരിക്കൽ ലോഡോസ് CT സ്കാൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം എക്സ്റേ വെച്ച് ട്രൈ ചെയ്തിരുന്നു, പക്ഷേ എക്സ്റേയിൽ അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ വലുതാവുമ്പോഴേ പറ്റുന്നുള്ളൂ. അപ്പോൾ ലോഡോസ് CT സ്കാൻ എന്ന് പറഞ്ഞ LDCT എന്ന് പറഞ്ഞ മെത്തേഡാണ് സ്ക്രീനിങ്ങിന് വേണ്ടി റെക്കമെൻഡേഷൻ. നമ്മുടെ നാട്ടിലും ഇത് ലഭ്യമാണ്. പക്ഷേ നമ്മുടെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, രോഗിക്ക് തന്നെ CT തികയാതിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിങ്ങിന് വേണ്ടി എത്രത്തോളം CT ഉപയോഗകരമാകുമെന്നുള്ള അറിയില്ല. അപ്പോൾ ഞാൻ പൊതുവെ ഓപ്പർച്യൂണിസ്റ്റിക് സ്ക്രീനിങ് ആണ് പറയുക. വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഇതുണ്ടെങ്കിൽ ഇതും കൂടി ആ ഡോക്ടർ സ്ക്രീൻ ചെയ്ത് കൊടുത്താൽ, സാധാരണ ഒരാൾ ഈ സ്ക്രീനിങ്ങിന് പോകാതെ അയാളിപ്പോൾ ഒരു പനിയായി പോയി, അല്ലെങ്കിൽ 55 വയസ്സായി, വെയിറ്റ് കുറയുന്നു എന്ന് പറഞ്ഞ് പോയാൽ, അദ്ദേഹം ഒരു സ്മോക്കർ ആണെങ്കിൽ ഒരു ലോഡോസ് CT സ്കാനിൽ സ്ക്രീൻ ചെയ്ത് നമുക്ക് നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചികിത്സിച്ച് ഗുണപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ക്യാൻസർ തടയാൻ സാധിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇനിയുള്ള കാലത്ത് നമ്മൾ ഊന്നൽ കൊടുക്കാൻ പോകുന്നത് നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കാനാണ്. തീർച്ചയായിട്ടും പകുതി ക്യാൻസർ ഇപ്പോൾ തടയാൻ സാധിച്ചേക്കാം, പക്ഷേ ഭൂരിഭാഗവും നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ച് ഗുണപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കാൻ പോകുന്നത്.